കുര്യന് തെറ്റിയോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്. ഞാൻ ഈ യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ KSUവിനെയും ഒന്നും കാർഡടിച്ച് അവർ മോശക്കാരാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് കുറവാണ്. കഴിഞ്ഞ 9 വർഷമായി അവരുടെ കയ്യിൽ അധികാരമില്ല, അവരുടെ അടുത്ത് പണമില്ല, അവരുടെ അടുത്ത് ആൾബലമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കഴിഞ്ഞ 9 വർഷമാണ് കടന്നുപോയത്. അവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ PJ കുര്യൻ തുടങ്ങി താഴേക്കുള്ള നേതാക്കന്മാരെ കുറിച്ച് PJ കുര്യൻ്റെ മക്കൾ എവിടെയാണെന്നറിയോ? ഏത് യൂത്ത് കോൺഗ്രസ്സിലും KSUവിലും വർക്ക് ചെയ്യുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെയും മക്കൾ ഒരു സംവിധാനത്തിലും വർക്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡന്റ്, KSU നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ KPCC വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായിട്ട് എത്രയെങ്ങാനും ആൾക്കാരാണുള്ളത്. AICC മെമ്പർമാരായിട്ട് എത്ര പേരാണുള്ളത് കേരളത്തിൽ? ഇവരുടെ എത്ര പേരുടെ മക്കൾ ഈ KSUവിലും ഈ യൂത്ത് കോൺഗ്രസ്സിലും പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സംവിധാനത്തിന് വർക്ക് ചെയ്യുന്നില്ല. ഇത് ആൾക്കാർ ഇവിടുന്ന് കൊണ്ടത് ഈ പാവപ്പെട്ട അടി കൊള്ളാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ജനങ്ങളെ ഇറക്കി വിട്ടിട്ട് നീ പോയി കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അടി മേടിച്ച് ജയിലിൽ പോയി കിടന്ന് കേസും 10, 150, 100 കേസാക്കിയിട്ട് എന്തിൻ്റെ സൂക്കേടാന്ന്? എന്തിനു സൂക്കേടാ? 5 പൈസ കൊടുക്കില്ല. നിങ്ങൾ ഈ അടി കൊണ്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളോടും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ പ്രവർത്തകരോട് ചോദിച്ചു നോക്കിയേ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എത്ര പൈസ കൊണ്ട് കൊടുത്തു എന്ന്? 1 രൂപ കൊടുത്തിട്ടില്ല. ആശുപത്രിയിലെ മരുന്നിന് ചിലവുള്ള പൈസ പോലും കൊടുത്തിട്ടില്ല ഒരാൾക്കും. പിന്നെ ഇവർ എങ്ങനെ ജീവിക്കാനാന്നേ? 10 കേസ് വന്നാൽ ഇവർ തീർന്നില്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം? അത് ഇതൊന്നും വലിയ രീതിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കുട്ടികളെ ഡെവലപ്പ്, ഇവരാണല്ലോ ഈ കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ. ഈ കുട്ടികളെ ഡെവലപ്പ് ആക്കണമെങ്കിൽ ആദ്യം കാരണന്മാർ നേതാക്കണം. കാരണന്മാർ വേണം കൈപിടിച്ച് ഓർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. കേരളത്തിൽ 22 MLA കോൺഗ്രസ്സിന്. ആ 22 MLA മണ്ഡലത്തിൽ പോയി നോക്കിക്കുക എത്ര യൂത്ത് കോൺഗ്രസും എത്ര KSUക്കാരും ഉണ്ടെന്ന്. ഒരാരെയും വളർത്തിയിട്ടില്ല, വളർത്താൻ വിടുന്നില്ല. കുറ്റം പറയാൻ വേണ്ടി ഇരുന്നങ്ങ് പറഞ്ഞോളൂ. വല്ല ബുദ്ധിമുട്ടുണ്ടോ കുറ്റം പറയാൻ വേണ്ടിയിട്ട്? പണിയെടുക്കണ്ടല്ലോ, വെയിൽ കൊള്ളണ്ടല്ലോ, ഒരു സമരം നടത്തേണ്ട കാര്യമില്ലല്ലോ. DYFIക്ക് 28 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട്, SFIക്ക് ലക്ഷക്കണക്കിന് മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. സ്വന്തം അടികളുടെ മക്കളെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിലേക്കും KSU ഇറക്കാനുള്ള പണി എത്ര കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നുണ്ട്? അവർ ചെയ്യുന്ന ഞാൻ വളരെ ശ്ലാഘനീയമായി അവരെ കാണേണ്ടതാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ അടി മുഴുവൻ കൊള്ളുന്നത്? എത്ര അടിയാണ് കൊള്ളുന്നത്? ഈ അടി കൊള്ളുന്നതിന് എന്താ? കോൺഗ്രസ് DYFIനെ തുടങ്ങി SFIനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അവരുടെ പാർട്ടിക്കുണ്ട്. അതുപോലെ കേന്ദ്രത്തിനെ സമരം ചെയ്യേണ്ട പാർട്ടിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാർക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കും? നിങ്ങൾ നോക്കിക്കോ, കൊടുക്കുമ്പോൾ കാണാം. ഇതിപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട പാർട്ടിയാണ്. ഈ ആൾക്കൂട്ട പാർട്ടിക്കുള്ള പ്രശ്നം എന്താ അറിയോ? സീറ്റ് വീതം വെക്കാൻ വരുമ്പോഴത്തേക്കും കുറേ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഓരോരുത്തരും ഇറങ്ങി വരും. ഇത് ഞാനാണ് ഇതിൻ്റെ കുത്തക മണ്ഡലമാണെന്നുള്ളതാണ്. CPM സംബന്ധിച്ച് 2 ടേമേ ഉള്ളൂ. കോൺഗ്രസിന് വല്ല ടേമും ഉണ്ടോ? മരിക്കുന്നോടം വരെ സീറ്റാണ്. ചില MPമാരെയൊക്കെ നോക്കിക്കോളൂ. തുടങ്ങിയത് എന്നാണ് MP തുടങ്ങിയത്? 5 ടേമും 6 ടേമും 8 ടേമും 10 ടേമും ആയി. അങ്ങനെയാണ് കേരളത്തിൽ 140 പേര് മതിയെന്ന്. PJ കുര്യൻ 38 വർഷം അതായത് പറഞ്ഞത് 38 വർഷമായിട്ട് മത്സരിച്ച് അവിടെ ഇരുന്ന ആളെ കുറിച്ച്. കേരളത്തിൽ 140 നേതാക്കന്മാർ പോരാ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എത്ര ടേമാണ് കൊടുക്കുന്നത്? ഇത് മാറ്റാൻ ഈ കോൺഗ്രസിനെ കൊണ്ട് പറ്റുമോ? ഈ കോൺഗ്രസിനെ കൊണ്ട് പറ്റുമല്ലോ. പിന്നെ എന്ത് ന്യായീകരണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അടി കൊള്ളാൻ വേണ്ടി തല്ലുകൊള്ളാം. ഈ സാധാരണക്കാരായ പെമ്പിള്ളാരും, നിങ്ങൾ ചില പെമ്പിള്ളാരൊക്കെ കോൺഗ്രസിന് വേണ്ടി അടി കൊള്ളുന്നത് നമ്മൾ കാണുന്നില്ലേ? അവരൊക്കെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം വെച്ചിട്ടാണ്. അവരുടെ അച്ഛൻ KPCCൻ്റെ നേതാവോ DCC പ്രസിഡൻ്റോ ആയിട്ടല്ലല്ലോ. സാധാരണ ബൂത്ത് കമ്മിറ്റി പ്രവർത്തിക്കുന്ന ബൂത്ത് പ്രസിഡന്റിൻ്റെ മക്കളാണ് നീ അടി കൊള്ളുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനുള്ള ആഗ്രഹം നെഞ്ചിൽ കയറ്റിയിട്ട് ഇറങ്ങി വരുന്ന ചെറിയ പിള്ളേരേ ഉള്ളൂ. ഇവരെ പോലും ഒത്തൊരുമിച്ച് കൊണ്ടുനടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഇത് പറയുന്ന ഈ പത്തനംതിട്ട പോലെയുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമല്ലേ ഇറങ്ങി ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുട്ടികളെ മുഴുവൻ ഇറക്കിക്കൊണ്ട് വരണ്ടേ? ബൂത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ ഓരോരുത്തരെയും മക്കൾ ഈ പണിയെടുക്കുന്നുണ്ടോ? നിങ്ങൾ ഈ മക്കൾ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നുണ്ടോ ചോദിക്കണ്ടേ? ഇതൊന്നും ചോദിക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കും. പിന്നെന്താണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരെ കാണിച്ചപ്പോരെ യുവമോർച്ചയല്ലേ ഏറ്റവും വലിയ പാർട്ടി? യുവമോർച്ചയല്ലേ? യുവമോർച്ചയെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ പുള്ളി. എന്താ പറയാത്തത്? അതൊക്കെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ PJ കുര്യൻ എന്താ പറയേണ്ടത്? കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ യുവമോർച്ചയെ കണ്ടുപിടിക്കൂ. അങ്ങനെ പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇനി 3 മാസം പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷൻ വരികയാണ്. ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം കൂടെ മന്ത്രിയായി കഴിഞ്ഞാൽ അത്രയും കൂടെ സന്തോഷമായി വിചാരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയല്ല. 37ാമത്തെ വയസ്സ് യൂത്ത് കോൺഗ്രസ് നേരെ വന്ന ഒരാൾ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് കേരളം. AK ആന്റണി എന്ന് പറയുന്ന നേതാവ് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ നേതാവും യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അന്നും ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അണികളൊന്നും യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല.
അന്നും കോൺഗ്രസ് ആൾക്കൂട്ട പാർട്ടിയാണ്, ഇന്നും കോൺഗ്രസ് ആൾക്കൂട്ട പാർട്ടിയാണ്. അതെന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രതിസന്ധിയുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ 50,000 രൂപ ഒരു മണ്ഡലത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. അത് ഈ നേതാക്കന്മാരാണ് മനസ്സിലാക്കേണ്ടതെന്നേ. 2,80,00,000 രൂപ പിരിച്ചെടുക്കാനാണല്ലോ അവർ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത്. 100 വീട് പണി, 30 വീട് പണി, 2 കോടി. ഒരു മണ്ഡലത്തിൽ എത്രയാ? 50,000 രൂപ. 50,000 രൂപ പിടിച്ചെടുക്കാൻ ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പറ്റിയില്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരായിരുന്നു? അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരല്ലായിരുന്നോ? നിങ്ങൾ SFIൻ്റെ മാർച്ച് ഇവിടെ കണ്ടില്ലേ യൂണിവേഴ്സിറ്റിയിലേക്ക്? അവിടേക്ക് നടന്നു വന്ന നേതാവിൻ്റെ പേര് ഗോവിന്ദ മാഷ് എന്നാ അല്ലേ? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങോട്ട് വന്നത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഈ സ്ഥലത്തേക്ക് കോൺഗ്രസിൻ്റെ പിള്ളേർ പോയി അടി വാങ്ങിയില്ലേ? അവിടേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ വന്നായിരുന്നു? തിരുവനന്തപുരത്ത് എണ്ണന്മാരുണ്ടായിരുന്നു. അബിൻ വർക്കിക്ക് അടി കിട്ടിയപ്പോൾ കേസ് അല്ല, ഒരാളാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും എന്താണ് ചെയ്യേണ്ടത്? അവരുടെ പാർട്ടീനെ, അവരുടെ യൂത്ത് കോൺഗ്രസിനെ, അവിടുത്തെ KSUവിനെ, അവിടുത്തെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും KSUവിനെയും കോൺഗ്രസിനെയും വളർത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർ ചെയ്യേണ്ട പണിയാണത്. അതിന് അവർ ചെയ്യേണ്ട പണിക്ക് ശേഷം എന്താണ് അവർ ചെയ്യാതെ അവരുടെ കുറ്റം പുറത്തേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരുടെ ഇവന് എന്ത് പറയാനാണ്? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ എന്തറിയോ, ഇന്നത്തെ വൈകുന്നേരത്തെ യൂട്യൂബ് നോക്കിയാൽ നമുക്ക് തെറിയായിരിക്കും.